ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ മറക്കാണ്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇതുപോലത്തെ ഒരു അസംബ്ലി ആയിരിക്കെ അതേ ടൈം ആയിരിക്കും നമ്മളെ സെക്കൻഡ് എടുത്ത് ഗൗ ആണെങ്കിൽ പറയുന്നുണ്ട് അവ നീ എന്നാണ് ഇങ്ങനെ ആലോചിച്ചോട് നിൽക്കുന്നതെന്ന്. അതേ ടൈം സാങ് ആണെങ്കിൽ പറയും നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെടുത്ത് നമ്മൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണോ എന്ന് ചോദിക്കുക. അതേ ടൈം ഗൗ ആണെങ്കിൽ പറയുന്നുണ്ട് അവ നിനക്ക് ഞാനല്ലാണ്ട് വേറെ ആരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല, നീ ആരെ കൊണ്ട് ഈ ഒരു കാര്യം പറയുന്നതെന്ന് ചോദിക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കനെ ആണെങ്കിൽ സ്പീച്ച് പറയാൻ വിളിക്കുന്നുണ്ടാവുക. അവൻ നൈസായിട്ട് അവിടുന്ന് സ്പീച്ച് പറയാൻ പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ സ്പീച്ച് പറയാൻ പോകുന്ന ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഇന്നലെ നടന്ന സംഭവം ആലോചിക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ സാങ്ങിൻ്റെ അടുത്ത് നിനക്കിങ്ങനെ ഗൗവിനെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ച ടൈം അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൻ്റെ മൂഡിലായത് കൊണ്ട് തന്നെ ഇവളോട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അത് ആലോചിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ വിചാരിക്കും ഇങ്ങനെ ഇവനാണെങ്കിൽ ഗൗവിൻ്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഗുണ്ടപ്പയ്യൻ ഇവനെ അടിക്കും. അപ്പോൾ ഇവനെ അടിക്കാണ്ട് നിൽക്കേണ്ടിട്ട് എന്താ വേണ്ടത്, അടിക്കാണ്ട് നിൽക്കേണ്ടിട്ടെന്ന് മാത്രമല്ല ആ ഒരു ഗുണ്ടേൻ്റെ അടുത്ത് ഇവനെ രക്ഷിക്കേണ്ടിട്ട് ഇവനാണെങ്കിൽ ആ ഒരു ഗൗ ആയിട്ട് ക്ലോസ് ആവാണ്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു അസംബ്ലിയിൽ നിന്നിട്ട് തന്നെ അവിടെയുള്ള പഠിപ്പ് പെമ്പിള്ളർ ഉണ്ടാവില്ലേ അവരെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഇതേ ടൈം നമ്മളെ സാങ് ആണെങ്കിൽ ലൈബ്രറിയിൽ നമ്മളെ പെണ്ണിനെയും കാത്തിട്ട് ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് നമ്മളെ പെണ്ണിനെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ലിൻ ആണെങ്കിൽ വന്നിട്ട് ഈ ഒരു പഠിപ്പ് പെമ്പിള്ളറെ ഫോട്ടോ മൊത്തമാണെങ്കിൽ ഇവന് കാണിച്ചു കൊടുത്തിട്ട് പറയും നീ എനിക്ക് മാത്രമല്ല ഇവരെയും കൂടി പഠിപ്പിച്ചു കൊടുക്കണം, അപ്പോൾ ഇവർക്കും കൂടി കുറേ നോളജ് ഉണ്ടാകുമല്ലോ എന്നൊന്ന് പറയും. ഇവളെ ഉദ്ദേശം എന്നായിരിക്കും ഇവനെയാണെങ്കിൽ ഈ ഒരു പെമ്പിള്ളറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പം ഉണ്ടാവില്ലല്ലോ, ഇവനാണെങ്കിൽ ഗൗവിൻ്റെ അടുത്ത് പോകുകയില്ല, ഗുണ്ടയാണെങ്കിൽ ഇവനെ അടിക്കുകയില്ല. അതായിരിക്കും ഇവളെ ഐഡിയ. പക്ഷേ ഇവളെ ഐഡിയ ഒന്നും ഈ ഒരു സാങ്ങിനെ അറിയാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ വേറെ ആരെയും പഠിപ്പിക്കാനും താല്പര്യം ഉണ്ടാവില്ല, നമ്മളെ പെണ്ണിനെ മാത്രമേ പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് എണീച്ചിട്ട് പോകുന്നുണ്ടാവും. പറയുന്നതൊന്നും കേൾക്കാത്തത് കൊണ്ട് നമ്മളെ ലിന്നാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ എടി ഞാനും ഗൗവും തമ്മിൽ എന്ന് പറയാൻ മാത്രമേ വിടുന്നുണ്ടാവുള്ളേ, ബാക്കി പറയാൻ നമ്മളെ ലിന്നാണെങ്കിൽ വിടുന്നുണ്ടാവൂലേ. ഈ ഒരു കുരുട്ടാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഇതുപോലെ പോകുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഗുണ്ടപ്പയ്യൻ നിന്നെ അടിക്കൂ, അതുകൊണ്ട് തന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, ഞാനാണെങ്കിൽ നിന്റെ കൂടെ എപ്പോ നിൽക്കാം, അപ്പൊ അവന് മനസ്സിലാകുമല്ലോ നീ എൻ്റെ സ്വന്തമാണെന്ന്, ഞാനും നീ തമ്മിൽ കപ്പിളാണെന്നുള്ള കാര്യം. അപ്പൊ അതേ ടൈം അവനാണെങ്കിൽ നിന്നെ ബുള്ളി ചെയ്യുന്നത് നിർത്തുമെന്ന് പറയേ. ഈ ഒരു സംഭവം പറയുന്ന ടൈം മാത്രം നമ്മളെ ചെക്കനാണെങ്കിൽ അതൊരു നല്ല കാര്യം എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ പറയും ഓക്കെ ഇനി മുതൽ നമ്മളെ രണ്ടാളും എവിടെ പോകുന്നുണ്ടെങ്കിൽ ഒപ്പരെ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്ന ടൈം നമ്മളെ ചെക്കൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയെല്ലാം ഉണ്ട്. ചെറിയേണ്ട അർത്ഥം എന്താണെന്ന് നിങ്ങളൊന്ന് ഊഹിച്ച് പൂർപ്പിച്ചെടുത്തു. നമ്മൾ കാണുന്നത് നമ്മളെ ഗൗനിയായിരിക്കും. അവക്കാണെങ്കിൽ പനിയായിട്ട് തീരെ സുഖം ഉണ്ടാവില്ല. ഇതേ ടൈമും അവളെ അച്ഛനാണെങ്കിൽ അവളെ മൈൻഡ് ആക്കാണ്ട് വേഗം സ്കൂളിലേക്ക് വാ, നിന്റെ ഫുഡിന്റെ പൈസ എവിടെയുണ്ട്, അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും. അവളാണെങ്കിൽ അവളെ അച്ഛനോട് എനിക്ക് പനിയാതെന്ന് വരെ പറയാൻ കൂട്ടാക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ബോണ്ടായിരിക്കും അവർ തമ്മിൽ ഉണ്ടാവുക. ഇതേ ടൈം നമ്മളെ കുരുട്ട് ചെക്കനില്ലേ ആര് നമ്മളെ സാങ്, അവനാണെങ്കിൽ ഒരു ഫുഡും കൈ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ മാഷാണെങ്കിൽ അതിലൂട്ടിയായിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ സാറാണെങ്കിൽ പറയും നീ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും അത് ഒരാളെ കാത്തിട്ട് ഇരിക്കുന്നതെന്ന് പറയും. അപ്പൊ സാറാണെങ്കിൽ പറയുന്നുണ്ട് ലേറ്റ് ആക്കാണ്ട് വേഗം സ്കൂളിലേക്ക് വന്നോളണമെന്ന്. ഇതേ ടൈം ആയിരിക്കും രണ്ട് കപ്പിളല്ലോ ഒരു കപ്പിളാണെങ്കിൽ ഇതുപോലെ നടന്നിട്ട് വരുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ചെക്കനാണെങ്കിൽ പാൻറ് എല്ലാം കയറ്റി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ ഇവനും കയറ്റി വെക്കുന്നുണ്ടാവുമായിരിക്കും. അതിന്റെ അർത്ഥം എന്നാണ് ഇതുപോലെ മാറ്റങ്ങൾ വരണമെങ്കിൽ ലവ് എല്ലാം കൊടുങ്ങണ്ടേ, ലവ് ആയിരിക്കോ എന്നാണ് നമുക്കറിയില്ല. അവൻ ആർക്ക് വേണ്ടിയിട്ടാമോ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എന്തായാലും ഗൗവൊക്കെ വേണ്ടിയിട്ടില്ല, ഗൗ ആണെങ്കിൽ ഇവന്റെ മുന്നിലോട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയുന്നുണ്ടാവും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാന്നായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവളെ കണ്ടപാട് ചെക്കൻ്റെ മുഖത്തൊരു എനർജി എല്ലാം ഉണ്ട്. അവളും പറയുന്നുണ്ടാവുമായിരിക്കും നിന്നെ ഇന്ന് കാണാൻ ഭയങ്കര എനർജറ്റിക് ആണല്ലോ എന്ന്. അത് കേൾക്കുന്ന ടൈം നമ്മളെ ചെക്കന് കുറച്ച് നാണെല്ലാം വരുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ലിന്നിന്റെ കൂടെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈം ലിന്നാണെങ്കിൽ വേറെ ഏതൊരു പെണ്ണിനെ ഇവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അവളെ ഉദ്ദേശം വേറെ ആയിരിക്കും. പക്ഷെങ്കിൽ നമ്മളെ ചെക്കനാണെങ്കിൽ ഇതിലൊന്നും വീകുന്ന ഒരു ലക്ഷണം ഉണ്ടാവില്ല. അവനാണെങ്കിൽ ലിന്നിനെ മൈൻഡ് ആക്കാണ്ട് അവിടുന്ന് നടന്നിട്ട് പോകുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ ഇതെന്ത് കുരുട്ടി ചെക്കൻ അപ്പാന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ സ്കൂളിലെത്തിയിട്ട് അവനോട് പറയുന്നുണ്ടാവുമായിരിക്കും നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല നിന്ന്. അപ്പൊ എല്ലാ ടൈമും ഇവക്കാണെങ്കിൽ നല്ല ദിവസമൊന്നും അല്ലല്ലോ, അതുപോലെ തന്നെ കറക്റ്റ് ടൈമിങ് അല്ലാണ്ട് രണ്ട് പെമ്പിളറാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ അടുത്ത് വന്നിട്ട് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ പോന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. കാരണം ഓൾറെഡി ഇവൻ ദേഷ്യത്തിലാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടെണ്ണം കൂടി വന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. അതും കൂടി കാണുന്ന ടൈം
നമ്മുടെ സാങ് ആണെങ്കിൽ പറയും നിനക്ക് ശരിക്കും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും, അല്ലാണ്ട് ഇതുപോലത്തെ ഉടായ്പ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്റെ കാര്യത്തിൽ മൈൻഡേ ആക്കൂല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകും. നമ്മളെ പെണ്ണാണെങ്കിൽ ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങനെ ആംഗ്രി ആകുന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്വയം പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ലിന്നിന്റെ ഉദ്ദേശം എന്താണെന്നൊന്നും നമ്മളെ സാങ്ങിന് അറിയില്ലെങ്കിലും അവനാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് സ്റ്റഡി പ്ലാനൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഈ ഒരു പ്രാവശ്യം അവനാണെങ്കിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്ന ടൈമായിരിക്കും അവൻ അവളോട് ദേഷ്യം പിടിച്ചിട്ടില്ല. ആ ഒരു കാര്യം ഓർമ്മിച്ചിട്ട് അവനാണെങ്കിൽ ഒരു ബുക്ക് പൂട്ടി വെക്കുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ നാവ് കുഴയുന്നതാണ്, ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ ചെക്കൻ ക്ലാസ്സിൽ വരുന്ന ടൈം എല്ലാവരും ഇതുപോലെ നിന്നിട്ടുണ്ടാവുമായിരിക്കും. അത് മാത്രമല്ല അവിടെയുള്ള വിൻഡോ പൊട്ടിയിട്ടുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ ഇതിങ്ങനെ അത്ഭുതത്തിൽ നോക്കി നിൽക്കുന്ന ടൈം ഈ ഒരു ക്ലാസ്സിലത്തെ പിള്ളേരാണെങ്കിൽ പറയും ആ ഒരു ബെഞ്ച് മേറ്റില്ലേ, അതായത് നമ്മളെ ലിൻ്റെ ബെഞ്ച് മേറ്റ്, അവനാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടിക കയ്യിലെടുത്തിട്ട് നടക്കുന്നത് ഇന്നലെ കണ്ടിന് ഉറപ്പായിട്ട് ഇത് അവനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. എല്ലാവരും പോകുന്ന ടൈം നമ്മളെ സാങ് മാത്രം അവിടെ ഒറ്റക്ക് നിന്നിട്ട് കാര്യമില്ലല്ലോ, അവനും ഇവരെ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് നമ്മളെ ചെക്കൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ ഇതൊന്നും അറിയാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അവൻ എന്നാ സംഭവം എന്ന് വരെ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഒച്ചപ്പാടും കേട്ടോണ്ടായിരിക്കും നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ അവളെ ഫ്രണ്ടിനെ ആണെങ്കിൽ ഒരാൾ തൊടുന്ന ടൈം അവളിങ്ങനെ വെറുതെ ഇരിക്കുക. അവളാണെങ്കിൽ എന്നാ സംഭവം എന്ന് ചോദിച്ചിട്ട് ഈ ഒരു പിള്ളറുമായിട്ട് അടി കഴിയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ഈ ഒരു പിള്ളറാണെങ്കിൽ പറയും ഉറപ്പായിട്ട് ഈ ഒരു സംഭവം ചെയ്തത് ഈ ഒരു ചെക്കനാണെന്ന് പറയും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ എവിഡൻസിന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവരാണെങ്കിൽ ഇവനല്ല ചെയ്തെന്നുള്ള എവിഡൻസ് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം സാങ്ങിനെ കാണുന്ന ടൈം ലിന്നാണെങ്കിൽ ചോദിക്കും സാങ് നിനക്ക് ഇവനെ നല്ലോണം അറിയാം, നീ തിങ്കാക്കുന്നുണ്ടോ ഇവൻ ഈ ഒരു കാര്യം ചെയ്തിരുന്നേ. അതേ ടൈം സാങ് ആണെങ്കിൽ രണ്ടാളെ ഭാഗത്ത് നിൽക്കാത്തൊരു ആൻസർ ആയിരിക്കും പറയുന്നുണ്ടാവുക. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് ഉറപ്പാണ് ഇവൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യൂലാന്ന്. ഇൻ കേസ് ഇവനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണിഷ്മെന്റ് ഇവന് കൊടുത്ത, പക്ഷെങ്കിൽ ഇവനിത് ചെയ്യാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവന്റെ തലയിൽ വെറുതെ ഇടുന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഇവന്റെ അടുത്ത് വന്നിട്ട് മാപ്പ് പറയണമെന്ന് പറയും. ആ ഒരു പിള്ളേർ ആ ഒരു സംഭവത്തിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു ചെക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അതായത് ഇവരെ ക്ലാസ്സിൽ മൊത്തം ഇങ്ങനെ ചില്ല് പൊട്ടിയിട്ടായിരിക്കല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളെ ക്ലാസ്സിലെ ചെക്കനല്ല ഇത് ചെയ്തതെന്ന് ഉറപ്പിക്കുന്നത് വരെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ വന്നിട്ട് ഇരിക്കാന്നെ. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു ക്ലാസ്സിൽ വന്നിട്ട് പറയുന്ന ടൈം നമ്മളെ ടാങ് ആയിരിക്കും ഫസ്റ്റ് പറയുന്നുണ്ടാവുക ആ ഒരു സംഭവം നടക്കുകയില്ല, നിനക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കുന്നതെന്ന്. ആ ഒരു ടാങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ആർക്കും അപ്പുറത്തൊരു ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതെന്തായാലും അങ്ങനെയായിരിക്കും. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മളങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമ്മളെ ഫ്രണ്ടിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്. നമ്മളെ പെണ്ണ് ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട് ഒരു കിടുക്കാച്ച് പ്രസംഗം പറയുന്നുണ്ടാവുമായിരിക്കും. അതിലാണെങ്കിൽ പകുതി മുക്കാൽ ആൾക്കാരും വീകുന്നുണ്ടാവുമായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ യു ആണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ തയ്യാറാണെന്ന് പറയും. യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി മുക്കാൽ പെമ്പിളറും ഓക്കെ പറയുമല്ലോ. പക്ഷേ നമ്മളെ ടാങ്ങിന്റെ മുഖാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, ഇഞ്ചി കടിച്ചതുപോലെ. എനിക്ക് ഇവിടെ കാണുമ്പോൾ ഇപ്പോൾ ചിരിയും ദേഷ്യവും എന്തെല്ലോ ഒരു ഭാവങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാങ്ങിനെ ഇഷ്ടമുണ്ടോ? ടാങ്ങിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഒരിക്കൽ കമന്റ് ചെയ്യണം. ആണെങ്കിൽ പരസ്പരം ക്ലാസ് മാറുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈമായിരിക്കും ഗൗ ആണെങ്കിൽ ഇതൊന്നും അറിയേണ്ട അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരുടെ സംസാരത്തൊന്നും ആണെങ്കിൽ ഈ ഒരു ക്ലാസ് പൊട്ടിയ കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ നേരെ സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ വരുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം സാങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്ന ടൈം സാങ് ആണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും ഈ ഒരു ക്ലാസ് പൊട്ടിയതും ആ ഒരു ഗുണ്ടയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന്. അതേ ടൈം ഗൗ ആണെങ്കിൽ പറയും നീ ഒരു കാര്യത്തിലൊന്നും മൈൻഡ് ആക്കാൻ നിൽക്കേണ്ട, ഈ ഒരു കാര്യം തിങ്ക് ആക്കിയോ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ ടൈ ഉണ്ടാവില്ല അതിങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇതും കണ്ടുകൊണ്ടായിരിക്കും അവൾ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. എന്ത് പഠിപ്പിയാന്ന് പറഞ്ഞാലും മോളൊരാളെ ഇങ്ങനെ ചെയ്യുന്ന ടൈം അച്ഛനെ സഹിക്കൂലല്ലോ. അതേ ടൈം അച്ഛനാണെങ്കിൽ വേറൊന്നും പറയുന്നുണ്ടാവില്ലേ. അപ്പൊ അവളാണെങ്കിൽ പറയും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറയും. അപ്പൊ അച്ഛനാണെങ്കിൽ പറയും എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളെ അച്ഛന്റെ കൂടെ അകത്തേക്ക് പോകൂ. അവളാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ക്ലാസ് ഞാനാ പൊട്ടിച്ചേനായിരിക്കും. അതേ ടീം അച്ഛനാണെങ്കിൽ പറയും സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് നീ എൻ്റെ കൂടെ തന്നെ വന്നിട്ട് പിന്നെ തിരിച്ച് നീ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ നീ എങ്ങനെയാകും, നീ ആരെ സംരക്ഷിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ സത്യം പറയാത്തത് കാണുന്ന ടൈം അച്ഛനാണെങ്കിൽ പറയും എനിക്ക് ഞാൻ പണിഷ്മെന്റ് തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് 10 ഓടിയിട്ട് വാന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ മൈൻഡ് ആക്കാണ്ട് ഓടാൻ പോകുന്ന ടൈം അച്ഛനാണെങ്കിൽ അവളെ പിടിച്ചു നിർത്തിയിട്ടാണെങ്കിൽ പറയും ആ ഒരു
സാങ് എന്ന് പറഞ്ഞ ചെക്കനില്ലേ, അവനാണെങ്കിൽ നല്ലോണം പഠിക്കുന്ന ഒരു ചെക്കനാണ്. നീയാറ്റം അവന്റെ കാര്യത്തിൽ ഇന്ററപ്റ്റ് ചെയ്തിട്ട് അവന്റെ പഠിപ്പിനാറ്റം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ തീർന്നെന്ന് കൂട്ടിക്കൊന്നെന്ന് പറയേ. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും, ഞാനെന്നാ ഈ ഒരു ഇന്ററപ്റ്റ് ചെയ്തിനെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛനാണെങ്കിൽ പറയും, ഞാനിപ്പോ കണ്ടിനെന്നാ സംഭവിച്ചത്, ആകെ ഒരു ടൈറ്റ് കൊടുത്തിട്ടേ ഉണ്ടാവുള്ളേ. അച്ഛൻ്റെ മനസ്സിൽ അത്രയെല്ലാം മതിയല്ലോ. അപ്പൊ അതേ ടീം അവളാണെങ്കിൽ പറയും, ഞാൻ അവന്റെ കാര്യത്തിൽ എന്നും ഇന്ററപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് തർക്കുത്തരം പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇതേ ടീം സാങ് ആണെങ്കിൽ ആ ഒരു ഗുണ്ടനെ കാണാൻ പോകുന്നുണ്ടാവും ഒരിക്കൽ. അതായത് ഈ ഒരു ക്ലാസ് പൊട്ടിച്ചിട്ടില്ലേ, ആ ഒരു സ്ഥലത്ത് മൊത്തം ആണെങ്കിൽ കുറച്ച് ഓയിൽ ഇവൻ കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഈ ഒരു ഗുണ്ടയാണെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ വർക്ക്ഷോപ്പ് ഉണ്ടാവില്ലേ, അവിടെ ആയിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക. അപ്പൊ എന്നാലും തൊട്ടിട്ട് നമ്മളെ സാങ്ങിനാണെങ്കിൽ ഈ ഒരു ഗുണ്ടനെ ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പൊ ശരിക്കുള്ള പ്രതിനെ പിടിച്ചു കൊടുത്താലും മാത്രമല്ലേ നമ്മളെ ലിന്നിന്റെ ബെഞ്ച് ആണെങ്കിൽ പ്രതി അല്ലാന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവനാണെങ്കിൽ എല്ലാ ധൈര്യവും സംഭരിച്ചിട്ട് ഈ ഒരു ഗുണ്ടേന്റെ അടുത്ത് പോകുന്നുണ്ടാവും. അപ്പൊ ഗുണ്ടേന്റെ അടുത്ത് പോകുന്ന ടീം അവനാണെങ്കിൽ ഉറപ്പായിട്ട് ഉള്ള കാര്യം പറയില്ലല്ലോ. അവനാണെങ്കിൽ ഞാനല്ല എന്നൊന്ന് പറഞ്ഞിട്ട് നമ്മളെ സാങ്ങിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ സാങ് ആണെങ്കിൽ ഓരോരോ തെളിവ് പറയുന്ന ടൈം ഈ ഒരു ഗുണ്ട ആണെങ്കിൽ ഒരു പാസ്റ്റ് ആലോചിത് അവൻ തന്നെയായിരിക്കും ആ ഒരു സെക്യൂരിറ്റി മാമൻ ഉറങ്ങുന്ന ടൈം നേരെ റൂമിൽ പോയിട്ട് ആ ഒരു ക്ലാസ് മൊത്തം പൊട്ടിക്കുന്നുണ്ടാവുക. ഇവൻ എന്തുകൊണ്ടാണ് ക്ലാസ് പൊട്ടിക്കുന്നതെന്ന് നമുക്ക് നല്ലോണം അറിയാലോ. ആ ഒരു എപ്പിസോഡ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയിട്ട് കണ്ടിട്ട് വരണേ. എന്നിട്ട് ഈ ഒരു ചെക്കനാണെങ്കിൽ നമ്മളെ ഗുണ്ടേനോട് പറയും, ആ ഒരു എക്സ്പെരിമെന്റില്ലേ അത് നീ അടിപൊളിയായിട്ട് ചെയ്തിന്, അന്ന് ലിന്നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നിട്ടുണ്ടെങ്കിൽ കൂടി നീ ഇതുപോലെ തന്നെ ചെയ്യായിരുന്നു, നീ എന്നെയും കാട്ടി ബെറ്റർ ആയിട്ട് ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗുണ്ടേനെ പുകഴ്ത്തുവേ. എന്നിട്ട് അവന്റെ കൈമിൽ പൈസ കൊടുത്തിട്ടാണെങ്കിൽ പറയും, എനിക്കറിയാം ഈ ഒരു സംഭവങ്ങൾ മൊത്തം നീയാണെന്ന് ചെയ്തത്, അതുകൊണ്ട് തന്നെ നീ ഈ ഒരു പൈസ വാങ്ങിയിട്ട് നീ ചെയ്ത കുറ്റം ഏറ്റെടുക്കണം. എന്റെ ബെഞ്ചുമേറ്റ് അല്ല, അതായത് നമ്മളെ ലിന്നിന്റെ ബെഞ്ചുമേറ്റ് ആണെങ്കിൽ വേണ്ടാണ്ട് ഒരു പ്രതി ആയിട്ടല്ലേന്ന് പറയോ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മളെ സാങ്ങിനെയും വരുന്നിട്ട് അവിടെ എത്തുന്നുണ്ടാവുമായിരിക്കും. വന്നപാട് ഗുണ്ടേന്റെ അടുത്ത് ചൂടാക്കുന്നുണ്ടാവുമായിരിക്കും, ഇത് എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ നീ അതിന് ഇവനെങ്ങനെ പിടിച്ചു വെച്ചേന്ന് ചോദിക്കേ. ഗുണ്ടക്കാണെങ്കിൽ ഇവിടെ എന്നാ പറയുന്നെന്ന് വരെ മനസ്സിലാവുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ സാങ്ങിനോട് പറയും, നീ തന്ന പൈസക്ക് ഞാൻ ഉറപ്പായിട്ട് പണി എടുത്തിരിക്കും, ഈ ഒരു പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്യുമെന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഇവരെ രണ്ടാളെ മാറി നോക്കുന്നുണ്ടാവുമായിരിക്കും. അവർക്ക് എന്തെങ്കിലും തിരിഞ്ഞാലല്ലേ അവൾ എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവും. അവളാണെങ്കിൽ അവനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു ഗുണ്ടേന്റെ വായിൽ വന്നിട്ട് ചാടിയാണ്. നമ്മളെ ചെക്കനാണെങ്കിൽ ഒന്നും പറയാണ്ട് എല്ലാം കേട്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അവന് നമ്മളെ പെണ്ണിനെ പേടിയാ തോന്നുന്നു. നമ്മളെ പെണ്ണും ചെക്കനും ലൈബ്രറിയിൽ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളെ സാങ് ആണെങ്കിൽ ഇത്ര നേരമായിട്ടും ഇവനും ഗാവും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ള കാര്യം നമ്മളെ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. പറയാൻ വായ് തുറക്കുന്നപ്പോഴത്തേക്ക് തന്നെ ഇവളാണെങ്കിൽ വായ് പൂട്ടലുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവനാണെങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനെ പറയാൻ നോക്കുന്ന അതേ ടൈമായിരിക്കും ഗാവു ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ടവ, നിന്റെ ഇപ്പോൾ ഉള്ള ടൈം മൊത്തം എനിക്ക് വേണം, അത് മാത്രമല്ല നമുക്ക് രണ്ടാക്കും ഇനി മുതൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം, എനിക്ക് നീയായിട്ട് ഒരു അഫെയർ വെക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയൂ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ എന്ത് ഞാനുമായിട്ടാന്നുള്ളൊരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അവൻ എങ്ങനെയെങ്കിലും ഗാവും ഇവരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ലാന്ന് പറയാൻ പോകുന്നതായിരിക്കും. പക്ഷെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് ആരും ഇവന് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളെ ലിന്നാണെങ്കിൽ പറയും, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തോ, പക്ഷെങ്കിൽ എനിക്ക് ഇവനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ, ആ ഒരു കാര്യത്തിന് മാത്രം കുറച്ച് സ്പേസ് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. അപ്പൊ ഗാവു ആണെങ്കിൽ ആ ഒരു സംഭവത്തിന് ഓക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ സാങ്ങിനാണെങ്കിൽ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവില്ല ഗാവു എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നുള്ള കാര്യം. നമ്മൾ കാണുന്നത് നമ്മളെ ടാങ്ങിനെ ആയിരിക്കും. അവളാണെങ്കിൽ ഇപ്പൊ ഗ്ലാസ് പൊട്ടിയ ക്ലാസ്സിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന ടൈം വെള്ളമാണെങ്കിൽ അവളെ മേത്തേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ നമ്മളെ ലെന്നിനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. സൗണ്ടിൽ തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. ഇതുപോലെ ഇരുട്ടത്ത് ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒരിക്കൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതുപോലത്തെ ക്ലാസ്സിലിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പലർക്കും അത് ഇഷ്ടമായിരിക്കും, ഉണ്ടെങ്കിൽ ഒരിക്കൽ കമൻറ്റ് ചെയ്യണേ. അപ്പൊ ലിന്നാണെങ്കിൽ ഇവിടെ ഒച്ചപ്പാട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ടാങ്ങിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും, ഞാൻ നിന്റെ സീറ്റിൽ ഇരുന്നോളും, പോയിട്ട് എൻ്റെ സീറ്റിൽ പോയിട്ട് ഇരുന്നോന്ന് പറയേ. അതേ ടൈം ടാങ് ആണെങ്കിൽ പറയും, നീ ഇങ്ങനെ ഹീറോയിൻ ആകാൻ നോക്കുന്നതാണ്, എന്നാ പിന്നെ നീ ഇവിടെ തന്നെ ഇരുന്നു, ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ പാവം കൊടയെല്ലാം മറച്ചിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഇതേ ടൈം അവളെ സൗന്ദര്യമാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് ഒരാൾ ആസ്വദിക്കുന്നുണ്ടാവുമായിരിക്കും. ആരായിരിക്കും? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ.
ആര് ഞാൻ മുഖം കാണിച്ചിട്ട് നിങ്ങൾ ആരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ടീം ഗുണ്ടയാണെങ്കിൽ അവൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ സാങ് കൊടുത്ത പൈസ എടുത്തിട്ടാണെങ്കിൽ ഈ ഒരു സാറിന്റെ അടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ പറയും ഈ ഒരു ചില്ല് മൊത്തം ഞാനന്ന് പൊട്ടിച്ചത്, അതുകൊണ്ട് ഈ ഒരു പൈസ ഉപയോഗിച്ചിട്ട് ആ ഒരു ചില്ല് മൊത്തം നിങ്ങൾ നന്നാക്കിക്കോന്നെന്ന് പറയേ. അതേ ടീം സാറാണെങ്കിൽ ഇവന്റെ പേരൻസിനെ കൊണ്ടെല്ലാം ചോദിക്കുന്ന ടീം സാറിനാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഇവന്റെ പേരൻസും കാര്യങ്ങളൊന്നും ഇവനെ ശ്രദ്ധിക്കുന്നില്ല, ഇവനിപ്പം വർക്ക് ചെയ്തിട്ടാണ് ഇവന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന്. അത് കാണുന്ന ടൈം നമ്മുടെ സാറിനാണെങ്കിൽ കുറച്ച് സങ്കടം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്നിട്ടും സാറാണെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്തിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ കുറച്ച് പൈസയും കൈമിൽ വെച്ച് കൊടുക്കുമായിരിക്കും, ഒരു ഡ്രസ്സും ഇടാൻ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ഇടാത്ത കാണുന്ന ടൈം സാറാണെങ്കിൽ പിടിച്ച് വലിച്ചിട്ട് ഇടിയിപ്പിക്കാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ മനസ്സിലാകും ഈ ഒരു സാർ ഇട്ട് തരുന്നതിനേയും കാട്ടി നല്ലത് ഞാൻ സ്വയമായിട്ട് ഇടുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനാണെങ്കിൽ പറയും വേണ്ട നിൽ ഞാൻ ചെയ്തോളൂ എന്ന് പറയും. സാറാണെങ്കിൽ വന്നിട്ട് ഈ ഒരു കാര്യം ക്ലാസ്സിൽ പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണിനും ചെക്കനിലാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആകുമായിരിക്കും. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ നമ്മളെ ബെഞ്ച് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും നമുക്ക് രണ്ടാക്കും ഇപ്പല്ല രാത്രി ഡിന്നർ ഒപ്പരം കഴിക്കുക, അത് മാത്രമല്ല ആ ഒരു യൂണിയൻ വിളിക്കാന്നെന്ന് പറയും. അതേ ടീം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നീ വേണമെങ്കിൽ ആ ഒരു യൂണിയൻ കൂട്ടിയിട്ട് ഡിന്നർ കഴിക്കാൻ പോയിക്കോ, ഞാനാണെങ്കിൽ നമ്മളെ സാങ്ങിലെ അവന്റെ കൂടെ പഠിക്കാൻ പോകുന്നെന്ന് പറയേ. അപ്പൊ ഇതാണെങ്കിൽ നമ്മളെ സൈഡിൽ നിന്നിട്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളിങ്ങനെ പറയില്ലേ കിട്ടാത്ത മുന്തിരിക്ക് എപ്പോ ഒരു പുളിപ്പ് കൂടുതലായിരിക്കും, അതുപോലെ ആയിരിക്കും നമ്മൾ ഇപ്പൊ നമ്മളെ ലിനിനോടുള്ള ഒരു മാനസികാവസ്ഥ. ഈ ടൈമായിരിക്കും ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ടാവുക. നമ്മളാണെങ്കിൽ വിചാരിക്കും എന്നാന്ന് നമ്മളെ സാറാണെങ്കിൽ നമ്മളെ ചെക്കന് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് നമ്മളെ പാവ സുന്ദരനായിട്ടുള്ള ഗുണ്ടൊക്കെ അവനാണെങ്കിൽ ഇങ്ങനെ തറ എന്താ പറയാ തൂക്കുന്നുണ്ടാവുമായിരിക്കും, അടിച്ചു വരുന്നല്ലോ പറയാ അടിച്ചു വരുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈമായിരിക്കും നമ്മള് സാങ്ങും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, ഞാനും ഗാവു ആണെങ്കിൽ ചെറുപ്പം തൊട്ടിട്ട് ഒപ്പരാന്ന് വളർന്നത്, അതുകൊണ്ട് നമ്മൾ രണ്ടാളും നീ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്ന് പറയേ. അതേ ടൈമായിരിക്കും നമ്മൾ സാങ് ആണെങ്കിൽ തൂക്കുന്ന ഒരു ചൂല് നമ്മൾ കാണുന്നുണ്ടാവുക, അതിലാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഗുണ്ടയാണെങ്കിൽ ചോദിക്കും ഇത് കൊണ്ടാണോ നീ എൻ്റെ കൂടെ തൂക്കാൻ വന്നത്, എടുത്തിട്ട് പോടാന്ന് പറയും. അപ്പൊ സാങ് ആണെങ്കിൽ പറയും ഹോ സോറി ഞാൻ ഇപ്പൊ ഇത് ശ്രദ്ധിച്ചതെന്ന് പറയും. സംഭവം നമ്മളെ ചെക്കനാണെങ്കിൽ തൂക്കാൻ വന്നതായിരിക്കൂല, ഗൗന്റെ കാര്യം പറയാൻ വന്നതായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന ടൈം ആരോ ഒരാൾ അങ്ങോട്ടേക്ക് വരുവേ. നമ്മളെ സാങ് ആണെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാൻ നോക്കുന്ന ടൈം ആയിരിക്കേ, ഞാൻ പറഞ്ഞില്ല കിട്ടാത്ത മുന്തിരി അതായിരിക്കുവേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇത് വേറൊരാൾക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റാണ്, എണീച്ചിട്ട് പോടാന്ന് പറയാ. അതേ ടൈം ആണെങ്കിൽ പറയും ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലൈബ്രറി ഒന്നും അല്ലല്ലോ, വേണമെങ്കിൽ നീ ഇവിടുന്ന് എണീച്ചിട്ട് പോയിക്കോന്ന് പറയും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവന്റെ കളി കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ അവളോട് സ്നേഹമുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവനിപ്പോ പുല്ല് വിലയായത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ അവിടുന്ന് എണീച്ചിട്ട് ഒറ്റ ഓട്ടായിരിക്കും, അവളെ പിന്നാലെ തന്നെ നമ്മളെ പോകുന്നുണ്ടാവുമായിരിക്കും. ഇതിനെന്നാ പറയാ നമ്മളൊരു സംഭവം പറയൂലേ കർമ്മ. അതേ ടീം സാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൊണ്ട് തന്നെ ആലോചിക്കുന്നതായിരിക്കും. അപ്പൊ ഗൗ ആണെങ്കിൽ എന്നാണെന്ന് ചോദിക്കുന്ന ടീം സാങ് ആണെങ്കിൽ പറയൂ നിനക്ക് എനിക്ക് ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോന്ന് ചോദിക്കുന്ന അതേ ടൈമായിരിക്കും നമ്മളെ ലിന്നിന്റെ പിന്നാലെ തന്നെ പോകുന്ന ആണെങ്കിൽ സാങ് ശ്രദ്ധിക്കുന്നുണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ടൈം ഗൗ ആണെങ്കിൽ ചോദിക്കും എന്നാണ് നിനക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത് ലിന്നിനെ ആണോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കന്റെ മുഖത്ത് ഇതുപോലത്തെ ഒരു ഭാവങ്ങളെല്ലാം ഉണ്ടാവുമായിരിക്കും. എന്നായിരിക്കും സാങ്ങിന് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവുമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. അങ്ങനെ ഈ ഒരു സീന് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.